പട്ടാമ്പി നിള IPT റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് പാതയിലെ മഞ്ഞളുങ്ങലിലെ പഴയ പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കുന്നത്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി പാതയ്ക്ക് അപ്പുറത്തുള്ള പാടത്തിലൂടെ താൽക്കാലിക റോഡും അധികൃതർ നിർമ്മിച്ച് നൽകിയിരുന്നു. എന്നാൽ ഒരു മാസത്തോളമായി നീണ്ടു നിൽക്കുന്ന ഈ പുതിയ പാലത്തിന്റെ പ്രവർത്തികൾ പൂർത്തീകരിക്കാനോ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാനോ അധികൃതർക്ക് മഴ കനക്കുന്നതുവരെ സാധിച്ചില്ല എന്നുള്ളതാണ്. ബുധനാഴ്ചയോടെ പഴയ താൽക്കാലിക റോഡ് തകർന്നു പോകുന്ന ഒരു സ്ഥിതിയും കണ്ടു നമ്മൾ. ഇപ്പോൾ പാലക്കാടിലേക്കുള്ള യാത്രക്കാരും ഇതിലൂടെയുള്ള യാത്രക്കാരെല്ലാം വളരെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ടായിട്ടും ഇതുവരെയും യാതൊരുവിധ നടപടിയും കാൽനട യാത്രക്കാർക്ക് സൗകര്യം ഒരുക്കിയെന്നല്ലാതെ മറ്റൊരു നടപടിയും നമ്മൾ കണ്ടില്ല. വിഷയത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്നലെ ഒരു ഫ്ലെക്സ് പട്ടാമ്പി MLA-ക്കെതിരെ ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ബുധനാഴ്ച രാത്രിയോടെ ഫ്ലെക്സും കീറിയ നിലയിൽ കാണപ്പെടുകയുണ്ടായി. ഈ വിഷയത്തിൽ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പട്ടാമ്പി ഷൊർണൂർ നിള റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങൾ വളരെയധികം ദുരിതമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും ഓരോ ഭാഗങ്ങളിലെ ഏതാനും ചുരുങ്ങിയ കിലോമീറ്റർ പണി കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ് ദിവസങ്ങളോളം അടച്ചിടുന്ന സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മഴക്കാലം എത്തുന്നതിന് മുന്നേ ഈ പാലവുമായി ബന്ധപ്പെട്ട് ആ പണി എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണം എന്നുള്ളത് നമ്മൾ വിവിധ ബന്ധപ്പെട്ട അധികാരികളെ മുന്നേ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അറിയിപ്പുകളൊന്നും യാതൊരുവിധ ഗൗരവത്തിലും എടുക്കാതെ വളരെ അലംഭാവത്തോട് കൂടിയിട്ടാണ് ഈ റോഡ് പണിയുമായിട്ട് അവർ മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സാഹചര്യം ഇവിടെ ഉണ്ടായത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴ അതിശക്തമായി മഴ പെയ്തത് മൂലം വളരെ ബുദ്ധിമുട്ടായി വെള്ളം കയറിയത് കൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യം ഉണ്ടായിട്ടും അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികളോ അല്ലെങ്കിൽ MLA-യോ മറ്റാളുകളോ ഒന്നും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ റോഡ് അടച്ചത് മൂലം മരുതൂര് ഓങ്ങല്ലൂർ റോഡ് വഴിയാണ് പല വാഹനങ്ങളും കടന്നുപോയത്. ഇന്നലെ രാത്രി വലിയൊരു വാഹനം മരുതൂര് പാടത്ത് മറിയുകയുണ്ടായി. ഒരു ബസ് ആക്സിഡൻറ്റിൽ പെടുകയുണ്ടായി. ആ പ്രദേശം മുഴുവൻ ഈ റോഡിൻ്റെ പേരിൽ ഇന്നലെ രാത്രി മുഴുവൻ വൈദ്യുതി ഇല്ലാതെ അവിടുത്തെ നാട്ടുകാർ വളരെ ബുദ്ധിമുട്ടി. അതുപോലെ തന്നെ മരുതൂരിൽ നിന്നും ഓങ്ങല്ലൂരിലേക്ക് പോകുന്ന റോഡ് വളരെ അപകടാവസ്ഥയിലും അതുപോലെ തന്നെ ആ റോഡാകെ നശിച്ച രൂപത്തിലും ഉണ്ടായി. ഇതുമൂലം ഇപ്പോൾ നടക്കുന്ന പണി വളരെ മന്ദഗതിയിലും ഇഴഞ്ഞു നീങ്ങിയിട്ടുമാണ് ഇപ്പോൾ ഇവിടെ പണി നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, 1-2 തൊഴിലാളികളെ വെച്ചിട്ടാണ് ഇപ്പോഴും ഇവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര കാലം ഇതിനു വേണ്ടി ഈ പണി നടക്കാൻ വേണ്ടി കഴിയുമെന്നോ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നോ ഇതുവരെ ബന്ധപ്പെട്ട അധികാരികളോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ ജനപ്രതിനിധിയോ ഇതുവരെ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ പോലും ഈ നാട്ടിലെ ജനപ്രതിനിധി ഈ നേരം വരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ 2 ദിവസം മുന്നേ അല്ലെങ്കിൽ 3-4 ദിവസം മുന്നേ ഈ നാട്ടിലെ ജനപ്രതിനിധിയുടെ ഒരു വാർത്താ സമ്മേളനമൊക്കെ കണ്ടിരുന്നു. തലയിൽ മടിയിൽ കനമില്ലാത്തതോ അല്ലെങ്കിൽ തലയിൽ മുടിയില്ലാത്തതോ ഒന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനാണ് ഒരു ജനപ്രതിനിധിയെ ഈ നാട്ടിലുള്ള ആളുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ ജനപ്രതിനിധി വളരെ മോശമായ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചതുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് തീരാൻ പോകുന്നതില്ല. ഇപ്പോൾ നമുക്ക് കാണാം, ഇത്രയും ജോലിക്ക് പോകുന്ന ആളുകളും അതേപോലെ മുതിർന്ന ആളുകളും വിദ്യാർത്ഥികളുമടക്കം വളരെ ദുരിതത്തിലാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൺസെഷനുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വളരെ ബുദ്ധിമുട്ടിയാണ്, കിലോമീറ്ററുകളോളം താണ്ടിയാണ് അവരുടെ ട്രിപ്പ് കൊണ്ടുപോകുന്നത്. പക്ഷേ എന്നിരുന്നാലും വിദ്യാർത്ഥികളുടെ കൺസെഷനുമായി ബന്ധപ്പെട്ട് രാവിലെ കുട്ടികളിൽ നിന്നും അമിത ചാർജ് ഈടാക്കുക എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്ഥാപിച്ച ഒരു ഫ്ലെക്സ് ഈ നാട്ടിലെ ജനപ്രതിനിധിക്ക് ഭയങ്കര രീതിയിലുള്ള അസഹിഷ്ണുതയുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഈ പണിക്ക് വേണ്ടി ഇവിടുത്തെ കോൺട്രാക്ടറെയും അതേപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെയും വിളിച്ച് സംസാരിക്കുന്നതിന് പകരം അദ്ദേഹത്തിനെതിരെ സ്ഥാപിച്ച ഒരു ഫ്ലെക്സ് നീക്കം ചെയ്യാനാണ് അദ്ദേഹത്തിന് താല്പര്യമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പണി എന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്നും അല്ലെങ്കിൽ എന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നുള്ളത് ഈ നാട്ടിലെ ബന്ധപ്പെട്ട ജനപ്രതിനിധി ജനങ്ങളോട് തുറന്നു പറയേണ്ടതുണ്ട്. കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ വിരുന്നുകൾക്കും മാത്രം പോലല്ല ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം. ദൈനംദിന കാര്യങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാനും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യലുമാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്വം
ഉത്തരവാദിത്വം ഈ ജനപ്രതിനിധിക്ക് ഉണ്ടാവണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MLA മുൻപ് നടത്തിയൊരു പരാമർശം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ തന്നെ പ്രാദേശിക ചാനലിന് MLA ഒരു പ്രസ്താവന നൽകിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഫണ്ട് അനുവദിക്കൽ മാത്രമാണ് MLAയുടെ ജോലി, ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ MLAക്ക് സൗകര്യമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. തൻ്റെ കഴിവില്ലായ്മയെ മറച്ചു വെക്കാൻ വേണ്ടി ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തരുത് എന്നാണ് ഓങ്ങല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. EMSനെ പോലെ EP ഗോപാലനെ പോലെ പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കൾ ഒക്കെ ഇരുന്ന ഒരു മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ് അദ്ദേഹം. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താതെ എത്രയും പെട്ടെന്ന് ഈ വർക്കിലുള്ള മന്ദഗതി അവസാനിപ്പിക്കാൻ വേണ്ട ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയുമായൊക്കെ ഇടപെട്ട് ഇതിനെത്രയും പെട്ടെന്നൊരു ജനങ്ങളുടെ ദുരിതത്തിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഇത്തരം വാചാടോപങ്ങളൊന്നും നടത്തി ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ ഉള്ള പ്രസ്ഥാനങ്ങൾ നടത്തരുത് എന്ന് ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തോട്. അപ്പോൾ യാത്രക്കാരെ അധികം ബുദ്ധിമുട്ടിക്കാതെ എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു നടപടി ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു. നില 24 ലൈവിന് വേണ്ടി ക്യാമറാമാൻ വിനീതിനൊപ്പം രഹന തബസ്സും. സ്വർണം ഒരു അമൂല്യനിധിയാണ്. ഒപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഒന്നും. അടച്ചു സൂക്ഷിക്കുന്നതിലല്ല, പകരം അത്യാവശ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് അതിന്റെ മാറ്റം കൂടുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.